Hi everyone. Today we are going to study about system testing. നമ്മൾ പ്രീവിയസ് ആയിട്ട് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, യൂണിറ്റ് ടെസ്റ്റിംഗ് അതെല്ലാം പഠിച്ചു. അതിന് പുറമേ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ടെസ്റ്റിംഗ്. നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് അതിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി വി ടെസ്റ്റ് ഫോർ ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റം, അതായത് നമുക്കൊരു സിസ്റ്റം എത്രത്തോളം വർക്കിംഗ് ആണ്, ആ സിസ്റ്റത്തിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റിക്വയർമെൻറ്റ്സ് വെച്ച് ചെയ്യുമ്പം നമ്മുടെ സിസ്റ്റം അതനുസരിച്ച് വർക്ക് ചെയ്യോ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ ബേസിക്കലി സിസ്റ്റം ടെസ്റ്റിംഗ് വെക്കുന്നത്. അപ്പം ഇത് സ്പെഷ്യലായിട്ട് ഇത് ചെയ്യുന്നത് ഇതിനു വേണ്ടി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലിറ്റി ടെസ്റ്റേഴ്സും അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റേഴ്സും ഉണ്ടാവും. സിസ്റ്റം ടെസ്റ്റർ എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റ് തന്നെയുണ്ട്. അത് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ, അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ ബേസിക്കലി ദ സിസ്റ്റം ടെസ്റ്റിംഗ് ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ബോത്ത് ദ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ടെസ്റ്റിംഗ്. ഒരു ടെസ്റ്റിംഗ് ചെയ്യുമ്പം അതിന് ഫങ്ഷണൽ ആയിട്ടും നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ വർക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ ഇൻഡിപെൻഡൻസി ഉള്ള ടാസ്കും കൂടിയായിരിക്കും. അപ്പം ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇറ്റ് ബേസിക്കലി ഡിസ്ക്രൈബ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് എ സിസ്റ്റം ആസ് പെർ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. നമുക്ക് SRS ഡോക്യുമെൻ്റ് ഉണ്ട്. SRS ഡോക്യുമെൻറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ച് അതിൻ്റെ ബിഹേവിയർ ക്യാരി ഔട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് സം മോർ എക്സ്പ്ലനേഷൻ അബൌട്ട് സിസ്റ്റം ടെസ്റ്റിംഗ്. ആദ്യം തന്നെ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വരുന്ന ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ദ പെരിഫറൽസ് ദാറ്റ് ഇസ് ബീൻ എക്സ്റ്റേണൽ ടു ദാറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ്. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതിൽ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ പ്രിൻ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ വെബ് ക്യാമറ ആയിരിക്കാം. ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അപ്ലയൻസസ് വേണമെങ്കിൽ, ഹാർഡ്വെയർ ഇൻട്രാക്ഷൻ വേണമെങ്കിൽ, അപ്പോൾ ആ സമയത്തൊക്കെയുള്ള റിക്വയർമെൻറ്റ്സും അതൊക്കെ കൂടി നോക്കുമ്പോഴാണ് നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് ഫുള്ളി എനേബിൾ ആവുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഹെൽപ്പ് us to test, verify and also validate both the business requirement as well as the applications architecture. ഒരു ബിസിനസ് റിക്വയർമെൻറ്റ്സ് മാത്രം നോക്കാണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചേഴ്സിലും കൂടി ഇത് ഫോക്കസ് ചെയ്യുന്നതാണ്. Then an application is also tested thoroughly to verify that it meets the technical and functional specification. ടെക്നിക്കലായിട്ടും ഫങ്ഷണാലിറ്റി ബേസ് ചെയ്തിട്ട് വരുന്ന സ്പെസിഫിക്കേഷൻസും കൂടി ഇത് ടെസ്റ്റ് ചെയ്യാനാണ് we basically use system testing. Next we move on to some points, that is why our system testing is required. നമ്മൾ എന്തിനാണ് ഈ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ യൂസ്, എന്തിനാണ് ഇത് റിക്വയർഡ് ആവുന്നത്. It is the first level of software testing where the application is tested as a whole. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ വരുന്ന ഒരു ഫസ്റ്റ് ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ടെസ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി കുറേ ടെസ്റ്റസ് ഒക്കെ കണ്ടു, അതൊക്കെ ഓരോ ടൈമിലും ആവശ്യമനുസരിച്ച് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ്. ബട്ട് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സിനാരിയോയിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ടെസ്റ്റിംഗ് ആണ് സിസ്റ്റം ടെസ്റ്റിംഗ്. ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതൊക്കെ ഒരു മൊത്തത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും കറക്റ്റ് ആണോ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് ആയിട്ടുള്ള ഫീൽഡിലും ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സിലൊക്കെ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വി ബേസിക്കലി ഫോളോ ഓൺ സിസ്റ്റം ടെസ്റ്റിംഗ്. Third point, as it is seen in the screen, it also includes the verification and validation of software application architecture. അപ്പം വെരിഫൈ ചെയ്യാനും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനും അത് വാലിഡേറ്റ് ചെയ്യാനും കൂടിയിട്ടാണ്. കാരണം ഇത് നമ്മളൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഇഫ് യു ഹാവ് ഇൻസ്റ്റാൾഡ് എനി സോഫ്റ്റ്വെയർ ഇൻ യുവർ സിസ്റ്റം, അവർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചോദിക്കാറുണ്ട്. വിൻഡോസ് 10 ആണോ, വിൻഡോസ് അല്ലെങ്കിൽ മാക് OS ആണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ദേ ആർ വെരിഫൈങ് വെദർ ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് ഗോയിങ് ടു ബി കമ്പാറ്റബിൾ വിത്ത് ആ സിസ്റ്റം. അതിനാണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ബേസിക്കലി ചെയ്യുന്നത്. So these 3 points are the why we follow on system testing and why it is required. Next we have the entry criteria for system testing. System testing ചെയ്യുന്നതിന് മുമ്പുള്ള ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ തന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവണം, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗും കഴിഞ്ഞിട്ടുണ്ടാവണം.
പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ടെസ്റ്റ് സ്ക്രിപ്റ്റും, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് പ്ലാൻ, ടെസ്റ്റ് ഷെഡ്യൂൾ, ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ റെഡി ആയിരിക്കണം. ഇതിന് ശേഷം മാത്രമേ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. ഇനി സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ക്രൈറ്റീരിയ, ദാറ്റ് വി ഫോക്കസ് ഓൺ ദ എക്സിറ്റ് ക്രൈറ്റീരിയ. അതിൽ വരുന്ന 4 പോയിന്റ്സ് ആണ്. ഒന്ന്, ആപ്ലിക്കേഷൻ മീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ മീറ്റ് ചെയ്യേണ്ടത്, ആ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, ആ ഡോക്യുമെൻറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ഫങ്ഷനാലിറ്റീസും എല്ലാം അത് ഓക്കെ ആണ്, ടെസ്റ്റഡ് വെൽ ആൻഡ് ഗുഡ്, ഓക്കെ ആണ്, എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. രണ്ടാമത്, നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് ഫിക്സ് ചെയ്യണം, അത് ക്ലോസ് ചെയ്യാനും അത് എറർ ഫ്രീ ആക്കാനും നോക്കണം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെസ്റ്റ് കേസസും ആ ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. നാലാമത്തത്, ഇനി ഒരു ക്രിട്ടിക്കൽ ഡിഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിനി സിസ്റ്റം ടെസ്റ്റിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് ദ എക്സിറ്റ് ക്രൈറ്റീരിയ ഫോർ സിസ്റ്റം ടെസ്റ്റിംഗ്. നെക്സ്റ്റ് യു ഹാവ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. നമ്മൾ യൂഷ്വലി പഠിച്ച ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് തന്നെയാണ്, അതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ യു ക്യാൻ സീ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, ദാറ്റ് ഈസ് ബേസിക് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ദെൻ ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, പിന്നെ കാറ്റഗറീസ്. നമ്മൾ യൂഷ്വലി പഠിച്ചത്, നമുക്ക് സിലബസ്, ആസ് പെർ ദ സിലബസ് വി ഹാവ് ടു സ്റ്റഡി ഓൺലി ദ ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് ഇതിൻ്റെ രണ്ട് അല്ലാണ്ട് വേറൊരു കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ്, അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനില്ല. Then next we have the unit testing, integration testing, system testing, then user acceptance testing. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാറ്റഗറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്, എ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ ഇത്രയും കാലം പഠിച്ച ടെസ്റ്റിംഗ് ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ദെൻ ഇനി വരുന്നത് റിക്കവറി ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ടെസ്റ്റിങ്ങിൽ ഫസ്റ്റ് വൺ ആണ് റിക്കവറി ടെസ്റ്റിംഗ്. റിക്കവറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, നമ്മളൊരു സോഫ്റ്റ്വെയർ നമ്മളിത് യൂസ് ചെയ്തു, അത് ഫെയിൽ ആവുകയാണെങ്കിൽ തിരിച്ച് അതിനെ പഴയ പോലെ റിക്കവർ ആവണം, അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ദ റിക്കവറി ടെസ്റ്റിംഗ്. So mainly it follows on the variety of ways, and also it verifies that the recovery is properly performed. കറക്റ്റായിട്ടൊരു സിസ്റ്റം ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തിരിച്ചതിനെ റീട്രേസ് ചെയ്ത് ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനുള്ള റിക്കവറി കാര്യങ്ങളിലെ ഓപ്പറേഷൻസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ റിക്കവറി തന്നെ രണ്ട് ടൈപ്പിൽ ചെയ്യാം. വൺ ഈസ് ഓട്ടോമാറ്റിക്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഇറ്റ് സെൽഫ്. സെക്കൻഡ് വൺ ഈസ് ദ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ തന്നെ ചെയ്യുന്നതാണ്, ഹ്യൂമൻ തന്നെ റിക്കവറി ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് റിക്കവറി ആണെങ്കിൽ അതിന് റീഇനീഷ്യലൈസേഷൻ, ചെക്ക് പോയിൻറ്റ് മെക്കാനിസം, ഡാറ്റ റിക്കവറി, റീസ്റ്റാർട്ട്, ഇതൊക്കെ സിസ്റ്റം തന്നെ പെർഫോം ചെയ്യും. ആൻഡ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് സിസ്റ്റം തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആണെങ്കിൽ ദർ ഇസ് എ ഫാക്ടർ നോൺ ആസ് ദ മീൻ ടൈം ടു റിപ്പയർ, MTTR. അതായത് നമ്മൾ ആ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ചെയ്ത് ആ ഒരു സംഭവം ഫെയിലായി അത് തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നുള്ള ആ ഒരു ടൈമിനെയാണ്, മീൻസ് ദ ടൈം ടു റിപ്പയർ ദാറ്റ് പർട്ടിക്കുലർ ഹോൾ സോഫ്റ്റ്വെയർ. So basically it is evaluated to determine whether it is within the acceptable limits. ഇപ്പം പെട്ടെന്നൊരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഫെയിൽ ആയാൽ അത് ഒരു വിത്തിൻ ദ ലിമിറ്റ്സ് അത് പെട്ടെന്ന് നന്നാക്കി കിട്ടണം, അല്ലാണ്ട് കുറേ സമയം എടുത്തിട്ട് അതിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ മീൻ ടൈം, നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയർ ഫെയിൽ ആകുമ്പം എത്ര സമയം കൊണ്ട് അത് തിരിച്ച് പഴയ പോലെ ആവുന്നുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ മീൻ ടൈം ടു റിപ്പയർ എന്ന് പറയാം. And also you have a definition for recovery testing. It is basically the activity of testing how well an application is able to recover from crashes, hardware failures and other similar problems. അപ്പോൾ എന്തൊരു പ്രോബ്ലംസ് ഉണ്ടായാലും ഹാർഡ്വെയർ റിലേറ്റഡ് ഫെയിലിയേഴ്സ് ഒക്കെ വരുമ്പം ആ ഒരു ടെസ്റ്റിംഗ് നമ്മൾ പെർഫോം ചെയ്യുവാണ്, എത്രത്തോളം നമ്മളുടെ ആപ്ലിക്കേഷൻ ഇത്രയും ക്രാഷസ് എന്നൊക്കെ എങ്ങനെ റിക്കവർ ചെയ്യും, അങ്ങനെയൊക്കെ ഫൈൻഡ് ചെയ്യാനുള്ളൊരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് റിക്കവറി ടെസ്റ്റിംഗ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടെസ്റ്റിംഗ് ദാറ്റ് കംസ് അണ്ടർ ദ സിസ്റ്റം ടെസ്റ്റിംഗ്. സിസ്റ്റം ടെസ്റ്റിങ്ങിനകത്ത് കുറേ ടെസ്റ്റിങ്സ് ഉണ്ട്, ഒരു 10-15ഓളം ടെസ്റ്റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ആദ്യത്തെ ഈ 5 ടെസ്റ്റിംഗ്, നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന 5 ടെസ്റ്റിംഗ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ടെസ്റ്റിങ്സ് ഉണ്ട്, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിനാരിയോ വി പെർഫോം. നമ്മുടെ പ്രോജക്റ്റിന് ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി പെർഫോമൻസിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അതിലെ മെക്കാനിസംസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടോ, നമുക്ക് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വേറെ ആരെങ്കിലും ഇൻട്രൂഡർ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത് സെക്യൂർഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടൊരു ഇത്രയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് മീറ്റ് ചെയ്യുന്നുണ്ടോ കൂടി ഈ ഒരു ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ വെച്ച് നമ്മൾ നോക്കും. സോ
നമ്മൾ ബേസിക്കലി ഇത് വെരിഫൈ ചെയ്യുന്നത് നമുക്കൊരു സിസ്റ്റം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇംപ്രോപ്പർ പെനിട്രേഷൻ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണ് ബേസിക്കലി ഇത് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് വെച്ച് നോക്കുന്നത്. ഇപ്പം നമ്മൾ പെനിട്രേഷൻ എന്ന് പറയുമ്പം ലൈക്ക് ഹാക്കേഴ്സ് വരാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എംപ്ലോയീസ് നമ്മുടെ ഈ ഒരു റിവെഞ്ചിൻ്റെ ബേസ് ചെയ്തിട്ട് ഇവർ റിയൽ ലൈഫ് സിറ്റുവേഷൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ടീമിനെ തകർക്കാൻ വേണ്ടി റിവെഞ്ച് വെച്ച് ഒരു ഡിസ്ഗ്രണ്ടിൽഡ് എംപ്ലോയി കയറി വരുവാണ്, പിന്നെ വേറെ എന്തെങ്കിലും ലൈക്ക് സോഫ്റ്റ്വെയർ അല്ലേ അപ്പം അത് ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിലൊക്കെ ആൾക്കാരെ പെനിട്രേറ്റ് ചെയ്യുമ്പം അതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വി ഫോളോ ദ സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് സ്ട്രെസ് ടെസ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് ഈ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഈ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ കുറച്ചും കൂടി ഫെമിലർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. കൂടുതലും സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം അതിനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അത്രത്തോളം കറക്റ്റായിട്ട് അത് ഹൗ സെൻസിറ്റീവ് ഇറ്റ് ഇസ് അതും കൂടി നോക്കാനാണ് നമ്മൾ സ്ട്രെസ് ടെസ്റ്റിംഗ് നോക്കുക. സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു വേരിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു സിസ്റ്റത്തിന് നമ്മൾ അത്രത്തോളം ഫോഴ്സ് ചെയ്ത് ഡാറ്റ ഹൈ ആയിട്ടുള്ള ഡാറ്റാസ് കൊടുക്കുന്നു, അതിൻ്റെ ഒരു റേഞ്ച് അനുസരിച്ച് കൂടുതൽ അങ്ങനെ സ്ട്രെസ് കൊടുക്കുന്ന രീതിയിൽ വി പെർഫോം ടെസ്റ്റിംഗ് ആൻഡ് ദാറ്റ് ഇസ് സ്ട്രെസ് ടെസ്റ്റിംഗ്. സോ ഇറ്റ് ബേസിക്കലി ഇൻ സം സിറ്റുവേഷൻ വെൻ യു ആർ ഹാവിങ് എ സ്മോൾ റേഞ്ച് ഓഫ് ഡാറ്റ ആൻഡ് വാലിഡ് ഡാറ്റ തന്നെ ആയിരിക്കും, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എറേനസ് ആയിട്ടുള്ള ഡേറ്റാസും അതിൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറം കൊടുക്കുമ്പോഴൊക്കെയാണ് നമ്മളിന് സ്ട്രെസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ചെയ്ത് ലൈക്ക് വി ആർ പ്രൊവൈഡിങ് മോർ എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ദെൻ വി ആർ telling the software to perform according to that. അങ്ങനെ വരുമ്പം that testing is known as stress testing. നെക്സ്റ്റ് വി ഹാവ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഉള്ള ടെസ്റ്റിംഗ് പ്രോസസ്സിലൊക്കെ കാണുന്നതാണ്, എത്രത്തോളം അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം യൂണിറ്റ് ടെസ്റ്റിങ്ങിലും ഈ ഒരു ടെസ്റ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ഇൻഡിവിജ്വൽ മോഡ്യൂൾസിലും ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, പിന്നെ ഫുള്ളി ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടും നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, അതിനുശേഷം നമ്മൾ ചെറിയ സ്ട്രെസ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടും നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ഡിപ്പെൻസ്. പെർഫോമൻസ് ടെസ്റ്റിംഗ് നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ മോഡ്യൂൾ എത്രത്തോളം വെൽ ആൻഡ് ഗുഡ് ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ളൊരു മെഷർ എടുക്കാനുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ അക്യുറസി, എത്രത്തോളം സ്പീഡ്, ടൈം, അങ്ങനെയൊക്കെ അതൊക്കെ ഫോളോ ചെയ്യാനാണ് വി ഗോ വിത്ത് പെർഫോമൻസ് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ്. ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗിന് ഓൾറെഡി കോൺഫിഗറേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ വേറെ പേരുണ്ട്. അതായത് അത് വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയറമെൻറ്റ്, അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഈച്ച് എൻവയറമെൻറ്റ് വെച്ച് ഫെമിലർ ആവാൻ വേണ്ടിയിട്ടാണ് വി പെർഫോം ദിസ് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയേഴ്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇപ്പം ചില സോഫ്റ്റ്വെയർ ഒക്കെ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റലേഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും, അത് ചില കസ്റ്റമേഴ്സിന് മാത്രം ഇൻറ്റൻറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് ആ സോഫ്റ്റ്വെയർ എൻഡ് യൂസേഴ്സിന് നമുക്ക് അവൈലബിൾ ആക്കണം, അതിന് വേണ്ടിയിട്ട് വി പെർഫോം ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ്. ഹൗ ടു കോൺഫിഗർ ദാറ്റ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ, അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. ഇത്രയും 5 കാര്യങ്ങളാണ്, ഈ 5 ടെസ്റ്റിംഗ് ആണ് യൂഷ്വലി സിസ്റ്റം ടെസ്റ്റിങ്ങിൽ കൂടുതലും സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ളത്. ഇനിയും സിസ്റ്റം ടെസ്റ്റിങ്ങിൽ കുറേ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഡിപ്പെൻസ് ഓൺ ദ ആപ്ലിക്കേഷൻ ആൻഡ് ഡിപ്പെൻസ് അപ്പോൺ ദ സോഫ്റ്റ്വെയർ യു ആർ ഡെവലപ്പിംഗ്, നിങ്ങൾക്ക് ഏത് ടെസ്റ്റിങ്ങും അതനുസരിച്ച് യൂസ് ചെയ്യാം. ഈ 5 ടെസ്റ്റിംഗ് ആണ് മെയിനായിട്ട് വരുന്ന ടെസ്റ്റിംഗ്. അതിന് പുറമേ ഇനിയും കുറേ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻപുട്ട് ടെസ്റ്റിംഗ്. ഇൻപുട്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഔട്ട്കംസ്, നമുക്ക് വേണ്ട ഇൻപുട്ട്സും നമുക്ക് ഔട്ട്പുട്ട്സ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടാണല്ലോ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് കൊടുത്തിട്ട് ആ ഇൻപുട്ട് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്ന ടെസ്റ്റിങ്ങിനാണ് നമ്മൾ ഇൻപുട്ട് ടെസ്റ്റിംഗ് കൊടുക്കുക, ഇൻപുട്ട് ടെസ്റ്റിംഗ് എന്ന് പറയാം. സോ എവറി ടൈം വി ഷുഡ് ചെക്ക് ദാറ്റ് അവർ ഇൻപുട്ട്സ് ആർ കറക്റ്റ്. ഇനി ഇൻപുട്ടിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ഇൻപുട്ട് കറക്റ്റ് ആണോ നോക്കാൻ, അതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യാനാണ് വി ഗോ വിത്ത് ഇൻപുട്ട് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ്. ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ചില സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അത് വർക്ക് ആവണമെന്നില്ല, ചിലതിൽ ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരു എറർ വരും, പിന്നെ സെറ്റപ്പ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കി ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ടെസ്റ്റ് ചെയ്യുക. അതായത് ഏകദേശം ഏതൊക്കെ സിസ്റ്റം വെച്ച് ഇത് കമ്പാറ്റിബിൾ ആകും, എവിടേക്കാണ് പ്രോബ്ലം വരുന്നത്, ഏതൊക്കെ സോഫ്റ്റ്വെയറിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്ങിൽ കൂടുതലും ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടെസ്റ്റിംഗ്, GUI ടെസ്റ്റിംഗ്. ഇത് നമ്മുടെ ടെസ്റ്റ് കേസസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ ടെസ്റ്റ് കേസസ് ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ആ GUI എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ കാണാൻ പറ്റുന്ന ഓവർ ഏരിയ, അതായത് എൻവയറമെൻറ്റ്, അതാണ് നമ്മുടെ GUI. അപ്പോൾ അതിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്കിംഗ് ആണോ, ആ ഒരു
ഫുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫങ്ഷനിങ് ആണോ, അതൊക്കെ ചെക്ക് ചെയ്യാനാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാരലി നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച റിഗ്രഷൻ ടെസ്റ്റിംഗ് കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് GUI ബേസിക്കലി എന്ന് പറയുന്നത് നമ്മുടെ റിയൽ വേൾഡായിട്ട് വരുമ്പം നമ്മളൊരു വെബ്സൈറ്റ് തുറന്ന് നോക്കുമ്പം വെബ്സൈറ്റിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ അത് നമ്മൾ കാണുന്ന GUI ആണത്. നമുക്ക് വേണ്ട യൂസറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെസ്റ്റിംഗ് ആണ് GUI ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്. യൂസേഴ്സ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദർ കംസ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് ദ സോഫ്റ്റ്വെയർ ആൻഡ് ദാറ്റ് ഓഫ് ദ യൂസർ. അപ്പം അവർക്കെല്ലാം ഓക്കെ ആയിട്ട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ബേസിക്കലി ഇറ്റ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ യൂസേഴ്സ് ആൻഡ് ഇൻട്രാക്ഷൻ ഡിസൈൻ ടു ഇവാലുവേറ്റ് എ പ്രോഡക്റ്റ് ബൈ ടെസ്റ്റിംഗ് ഇറ്റ് ഓൺ യൂസേഴ്സ്. അപ്പോൾ ഇതിൽ ചിലപ്പം യൂസബിലിറ്റി പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഇൻപുട്ട് കൊടുത്താലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. റിയൽ യൂസേഴ്സ് കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഒരാൾ കൊടുക്കുന്ന ഇൻപുട്ട് ആയിരിക്കില്ല വേറൊരാൾ കൊടുക്കുന്ന ഇൻപുട്ട്. അപ്പം എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്സും കൊടുത്ത് കറക്റ്റായിട്ട് എക്സ്പേർട്സിനെ കൊണ്ട് എല്ലാ മെത്തേഡ്സും വെച്ച് യൂസർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുള്ള രീതിയിലുള്ള എല്ലാ ഇൻ്റർഫേസസും മനസ്സിലാക്കിയിട്ടാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസേഴ്സ് ഉണ്ടാവുന്ന മീൻസ് എൻഡ് യൂസേഴ്സ് അല്ല, കസ്റ്റമേഴ്സ് അല്ല ഉണ്ടാവുന്നത്. ലൈക്ക് അതിൽ തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ കറക്റ്റായിട്ടുള്ള യൂസേഴ്സ് അല്ലാണ്ട് തന്നെ ബാക്കിയുള്ളവരെ വെച്ച് ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്. കറക്റ്റായിട്ട് അതിൻ്റെ യൂസേജും അതിൻ്റെ കറക്റ്റായിട്ട് വർക്കിങ്ങും അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനാണ് നമ്മൾ ഈ യൂസബിലിറ്റി ടെസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ നോൺ ഫങ്ഷണൽ ടെസ്റ്റ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ എത്രത്തോളം കമ്പാറ്റബിൾ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടിംഗ് എൻവയറമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ എത്രത്തോളം വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ആ കമ്പാറ്റബിലിറ്റി കേസസ് നോക്കാനാണ് വി ഗോ വിത്ത് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ഇസ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സാധാരണ പോലെ തന്നെ എക്സെപ്ഷൻസ് വരും, അനോമലീസ് വരും, എറേഴ്സ് വരും, അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. എത്രത്തോളം അത് റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ച് അതിൻ്റെ ഒക്കറൻസിനെ ഡിഫീറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ പ്രോഗ്രാമിൽ വരുന്ന അതിൻ്റെ ഫ്ലോ കുറയ്ക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഹൗ ടു ഹാൻഡിൽ ആൻ എക്സെപ്ഷൻ വെൻ ഇറ്റ് ഇസ് ഒക്കേർഡ്, അതാണ് ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ലോഡ് ടെസ്റ്റിംഗ്. ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് അതിന് അനുസരിച്ച് ലൈക്ക് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ ഡിവൈസ് ആൻഡ് മെഷറിങ് ഇറ്റ്സ് റെസ്പോൺസ്. അപ്പോൾ ഭയങ്കരമായിട്ട് അതിന് ലോഡ് കൊടുക്കുന്നത് മീൻസ് നമ്മളിപ്പം സ്ട്രെസ് ടെസ്റ്റിംഗ് പോലെ തന്നെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് ആണ് ലോഡ് ടെസ്റ്റിംഗ്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഭയങ്കരമായിട്ട് ലോഡും കൊടുക്കുമ്പം ഹൗ ഇറ്റ് വർക്ക്സ്. ഈ ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടില്ല, നമ്മൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ലൈക്ക് ഗിവിങ് അപ്പ് മോർ ഡാറ്റ, ഡീലിംഗ് വിത്ത് മോർ റിസോഴ്സസ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹൗ സോഫ്റ്റ്വെയർ വർക്ക്സ് അക്കോർഡിംഗ് ടു ദാറ്റ്, അതിൻ്റെ കപ്പാസിറ്റി എത്ര, മീൻസ് ഈ ഒരു സാധനം നമുക്ക് ഫെയിൽ ആവാൻ പാടില്ല, അതനുസരിച്ച് എത്രത്തോളം ലോഡ് അതിന് താങ്ങാൻ പറ്റുന്നുള്ള രീതിയിലാണ് വി ഗോ വിത്ത് ലോഡ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ അനദർ മീൻസ് ഓഫ് സ്ട്രെസ് ടെസ്റ്റിംഗ് പോലെ തന്നെയാണ്, വേറെ തന്നെ ഒരു രീതിയിൽ ഇറ്റ് ബിക്കംസ് ലോഡ് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് ഔട്ട്പുട്ട് ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ ഇൻപുട്ട് ടെസ്റ്റിംഗ് വെച്ചാണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പിന്നെ നമുക്ക് വരുന്നതാണ് ഔട്ട്പുട്ട് ടെസ്റ്റിംഗ്. ഔട്ട്പുട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടും ടെസ്റ്റ് ചെയ്ത് നമ്മളെല്ലാ ബഗ്സും ഫിക്സ് ചെയ്ത് എല്ലാം റീചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടി നമ്മുടെ സിസ്റ്റം കറക്റ്റായിട്ട് വർക്കിംഗ് ചെയ്യുമ്പോൾ വി സേ ഇറ്റ് ആസ് ഔട്ട്പുട്ട് ടെസ്റ്റിംഗ് ഇസ് ബീങ് ഡൺ. അപ്പം എപ്പോഴും നമ്മൾ ഇൻപുട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ബാക്കി എല്ലാ ടെസ്റ്റിംഗും ചെയ്തിട്ടുണ്ടോ, അറ്റ് ലാസ്റ്റ് വി വിൽ ബി പെർഫോമിംഗ് ദിസ് ഔട്ട്പുട്ട് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് സ്കേലബിലിറ്റി ടെസ്റ്റിംഗ്. സ്കേലബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലോഡ് ടെസ്റ്റിംഗ് പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഡ് ടെസ്റ്റിങ്ങിന് ഒരു വേരിയേഷൻ ആണ്. എന്ന് പറയുന്നത് എത്രത്തോളം റിസോഴ്സസ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിന് എത്രത്തോളം സിസ്റ്റം പാരാമീറ്റേഴ്സ് കേപ്പബിൾ ആയിട്ടുണ്ട് ഔട്ട് ഓഫ് ദ മാക്സിമം കേപ്പബിലിറ്റി. അപ്പോൾ എത്രത്തോളം റിസോഴ്സസ് നമുക്ക് കൊടുക്കാം, ഔട്ട് ഓഫ് ദ മാക്സിമം കേപ്പബിലിറ്റി എത്രത്തോളം അതിന് ഡീൽ ചെയ്യാൻ പറ്റും, ഹൗ മച്ച് ഇറ്റ് ഇസ് സ്കെയിലബിൾ, അത് ഫോക്കസ് ചെയ്യുന്ന ടെസ്റ്റാണ് സ്കേലബിലിറ്റി ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വി ഹാവ് ലോക്കലൈസേഷൻ ടെസ്റ്റിംഗ്. ലോക്കലൈസേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗ്ലോബൽ ഫങ്ഷനിങ് ഡീൽ ചെയ്യുന്നതാണ്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്രയും അതായത് പുതിയൊരു ലാംഗ്വേജിലോട്ടേക്ക് മാറ്റി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് പ്രോഗ്രാം എഴുതിയത്, അതിനുശേഷം നമ്മളത് കൺവേർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും OSലോട്ടേക്ക് മാറ്റുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ആ ഒരു ചേഞ്ചിന് എത്രത്തോളം അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു അതിനൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലോക്കലൈസേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയാം.
Next, we have interoperability testing. That is, IT ensures that 2 or more products can exchange information, use the information, and works closely. Interoperability testing എന്ന് പറയുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, അവർക്ക് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് ചെക്ക് ചെയ്യുന്നതിനാണ് interoperability ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യാമെങ്കിൽ അത്രയും ടൈം നമുക്ക് ലാഭിക്കാമല്ലോ. സോ ഹൗ ഇറ്റ് വർക്ക്സ് ടുഗെദർ, അതാണ് interoperability ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടെസ്റ്റിംഗ് വി ഹാവ് ഇസ് എ റിലയബിലിറ്റി ടെസ്റ്റിംഗ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം എത്രത്തോളം റിലയബിൾ ആയിട്ട് വർക്ക് ചെയ്യും വിത്തൗട്ട് ഗോയിങ് വിത്ത് ആൻ എറർ. നമ്മുടെ എബിലിറ്റിയാണ് ഇത്. നമ്മൾ ഇത്രയും കാലം വി ഹാവ് ഡെവലപ്ഡ് സം സോഫ്റ്റ്വെയർ, അപ്പം എത്രത്തോളം നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു സിസ്റ്റം, ഈ ഒരു സോഫ്റ്റ്വെയർ വെല്ലായിട്ട് പെർഫോം ചെയ്യും, അതുകൂടാണ്ട് തന്നെ എറേഴ്സ് ഒന്നും വരില്ല, അങ്ങനെ അനുസരിച്ച് എത്ര വെൽ ആൻഡ് ഗുഡായിട്ട് പെർഫോം ചെയ്യും, എത്രത്തോളം റിലയബിൾ ആണ്, അത് പ്രൊവൈഡ് ചെയ്യുന്നൊരു ടേംസ് ആണ് റിലയബിലിറ്റി ടെസ്റ്റിംഗ്. ആൻഡ് ഓൾസോ ചെക്ക് ഹൗ ലോങ് ആൻഡ് ഹൗ എഫിഷ്യൻ്റ്ലി ദ സിസ്റ്റം കുഡ് വർക്ക് വിത്തൗട്ട് ഗിവിങ് ആൻ എറർ. സോ ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റം ടെസ്റ്റിങ്ങിൽ വരുന്നത്. കുറേ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട് സിസ്റ്റം ടെസ്റ്റിംഗ്. ഇത് കൂടാണ്ട് തന്നെ ഇനിയും കുറേ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ ഇത്ര മതി. നമുക്ക് ആദ്യം പഠിച്ച 5 ടെസ്റ്റിംഗ് ആണ് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത്. അതിനുശേഷം വരുന്നതെല്ലാം സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ ഓരോരോ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. സോ എവറി ടെസ്റ്റിംഗ് ഇസ് ഡൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദ application or depending upon the software. So thus we come to the end of the system testing. Thank you.